ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ഗാർഡൻ ടൂറുമായിട്ടാണ് വന്നിട്ടുള്ളത്. മലപ്പുറം കോഡൂരിലെ റൗസ അബൂബക്കർ എന്നവരുടെ വീടാണ്. എൻ്റെ മാമൻ്റെ മോളും കൂടിയാണ്. ഇവർ ഒരുപാട് കാലം ഗൾഫിലായിരുന്നു. പിന്നീട് അവർ നാട്ടിൽ വന്ന് സെറ്റിലായതിന് ശേഷമാണ് ഇങ്ങനെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. നല്ല മനോഹരമായിട്ടാണ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ ഗാർഡനൊക്കെ ഒന്ന് കാണാം. ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെയും ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും കളക്ഷൻസ് ഒക്കെ ഇവിടെയുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ ചെടികളുടെ പേരുകളൊന്നും എനിക്കറിയില്ല. ചെടികളുടെ പേരുകളൊന്നും എനിക്കറിയില്ല. അറിയുന്നതൊക്കെ ഞാൻ ഇതിൽ പറയാം. ഇതൊക്കെ ഓർക്കിഡാണ്. ഓർക്കിഡിൻ്റെ പല വെറൈറ്റികളും ഉണ്ട്. ഇപ്പോൾ ഫ്ലവർ കുറച്ച് കുറവാണ്. ഫ്ലവറിങ്ങിൻ്റെ ടൈം ആവുന്നതേ ഉള്ളൂ. ഒരുപാട് വെറൈറ്റീസ് ഓർക്കിഡുകളൊക്കെ ഉണ്ട്. ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് വളർത്തുക എന്നുള്ളതല്ല, ഉള്ള പ്ലാന്റ്സിനെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് ഒരു ഗാർഡന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത്. ഇവിടെ ഓരോ ചെടികളും ഓരോ സെക്ഷനായിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓർക്കിഡുകളൊക്കെ ഒരു സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പ്ലാന്റിനെ ഒറ്റയ്ക്ക് വെക്കുന്നതിനേക്കാളും ആ പ്ലാന്റിനെ ഒരുപാട് പോട്ടുകളിലാക്കി കൂട്ടത്തോടെ വെക്കുമ്പോഴാണ് ഗാർഡന് ഏറ്റവും ഭംഗി ലഭിക്കുന്നത്. ഇത് ഇവരുടെ കാർ പോർച്ചിൻ്റെ ഒരു സൈഡാണ് ഓർക്കിഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി കാർ പോർച്ചിൻ്റെ ഉള്ളിലോട്ട് വരാം. ഇവിടെയാണ് ആന്തൂറിയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. താഴെ ഭാഗത്ത് ആന്തൂറിയവും സൈഡിൽ ഓർക്കിഡ് ഉണ്ട്. പിന്നെ കുറച്ച് ഇലച്ചെടികളുണ്ട്. ഇവിടെ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ റോസാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പല വെറൈറ്റി റോസുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് വാട്ടർ പ്ലാന്റ്സ് ആണ്. നല്ല അടിപൊളിയായിട്ടാണ് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല വയലറ്റ് കളറുള്ള ആമ്പൽപ്പൂവാണ്. ഇതിൻ്റെ പോട്ടിൽ കുറച്ച് ഗപ്പികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സ്റ്റെപ്പായിട്ട് ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓർക്കിഡുകളുണ്ട്. പിന്നെ കുറച്ച് മണി പ്ലാന്റ്, പോത്തോസ് അങ്ങനത്തെ കുറച്ച് ഇലച്ചെടികളൊക്കെ ഇൻഡോർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോത്തോസിൻ്റെ തന്നെ പല വെറൈറ്റീസും ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോട്ടുകൾ വരെ കളർ അനുസരിച്ചാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ഈ സ്റ്റാൻഡ് പ്രധാനമായിട്ടും ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ രണ്ടാമത്തെ സ്റ്റാൻഡാണ്. ഇതിലും പ്രധാനമായിട്ടും ഇലച്ചെടികളാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് പോട്ട്സിൽ ഫേൺസ് ഒക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഇലച്ചെടികളാണുള്ളത്. കലാത്തിയ, അഗ്ലോണിമ എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സുകളാണ് ഇവിടെ ഉള്ളത്. കലാത്തിയ പ്ലാന്റ്സിൻ്റെ പല മോഡൽസും ഇവിടെ ഉണ്ട്. പിന്നെ മൂന്നാമത്തെ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് അഡീനിയത്തിനായിട്ടാണ്. ഒരേ മോഡൽ പോട്ടുകളിലായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പല വെറൈറ്റി ആയിട്ടുള്ള അഡീനിയ പ്ലാന്റ്സും ഉണ്ട്. പിന്നെ ഈ ഗാർഡൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗമാണിത്. ഒരു കിളിക്കൂടൊക്കെ ഉണ്ട്. കിളിക്കൂടിന് ചുറ്റും ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചട്ടികളിലായിട്ട്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് ഇത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ടർട്ടിൽ വൈനാണ് വെച്ചിട്ടുള്ളത്. താഴെ ഉള്ളത് പോത്തോസാണ്. നല്ല വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടർട്ടിൽ വൈനൊക്കെ നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ വീട്ടിലെ പൂച്ചയാണിത്. പേർഷ്യൻ ക്യാറ്റാണ്. മീനു എന്നാണ് വിളിക്കുന്നത്. പിന്നെ കുറച്ച് ചെടികളുടെ ഫോട്ടോസാണിത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.